ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ റമസാനിലെ ഫെഡറൽ അതോറിറ്റികളിലെ ജീവനക്കാർക്കുള്ള ഔദ്യോഗിക പ്രവൃത്തി സമയം ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് പ്രഖ്യാപിച്ചു. സർക്കുലറിലൂടെയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. സർക്കുലർ പ്രകാരം മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ അതോറിറ്റികളുടെയും ഔദ്യോഗിക പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ആയിരിക്കും. റമസാനിൽ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ അധികാരികൾക്കും അവരുടെ നിർദ്ദിഷ്ട ആവശ്യകതകൾക്കനുസൃതമായും പ്രതിദിന പ്രവൃത്തി സമയത്തിന്റെ പരിധിക്കുള്ളിലായിക്കൊണ്ടും വിദൂര ജോലി ഷെഡ്യൂളുകൾ നടപ്പിലാക്കാമെന്നും FAHR അറിയിച്ചു. റമസാൻ മാസത്തിൽ UAE നേതൃത്വത്തിനും പൗരന്മാർക്കും താമസക്കാർക്കും FAHR ആശംസകളും കൈമാറി. ഖത്തർ ഇന്ത്യൻ എംബസി സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ഫെബ്രുവരി 28-ന് ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൗണിൽ നടക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. ICBF-മായി സഹകരിച്ച് നടത്തുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് രാവിലെ 9 മുതൽ 11 വരെ ഏഷ്യൻ ടൗണിലെ ഇമാറ ഹെൽത്ത് കെയറിലാണ് നടക്കുക. പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ, PCC, മറ്റ് എംബസി എന്നീ സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭിക്കുന്നത്. ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് രാവിലെ 8 മണി മുതൽ ക്യാമ്പിൽ സൗകര്യം ഉണ്ടായിരിക്കും. ICBF ഇൻഷുറൻസിൽ ചേരുന്നതിനുള്ള സൗകര്യവും ക്യാമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ക്യാഷ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കാർഡ് പേയ്മെന്റ് ഉണ്ടായിരിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്കായി പ്രത്യേക നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ നാളെ മുതൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുസന്തം ഗവർണറേറ്റ്, അൽ ഹജർ പർവ്വതനിരകൾ, ഒമാൻ കടലിന്റെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടാനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. മിക്ക ഗവർണറേറ്റുകളിലും വടക്ക് പടിഞ്ഞാറൻ കാറ്റും വീശും. പൊടിയും മണലും ഉയർന്നേക്കാം. താപനിലയിലും ഗണ്യമായ കുറവുണ്ടാകും. അതേസമയം കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. മുസന്തം ഗവർണറേറ്റിന്റെ പടിഞ്ഞാറൻ തീരത്ത് തിരമാലകൾ 2.5 മുതൽ 3 മീറ്റർ വരെയും ഒമാന്റെ ബാക്കി തീരപ്രദേശങ്ങളിൽ 1.5 മുതൽ 2 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. 64ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിദേശികൾ ഉൾപ്പെടെ 781 തടവുകാർക്ക് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ശിക്ഷ ഇളവ് ചെയ്തു. തടവ് ശിക്ഷ അനുഭവിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്നവർക്കാണ് ശിക്ഷ ഇളവ് ലഭിക്കുന്നത്. ശേഷിക്കുന്ന ശിക്ഷാ കാലാവധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കൽ, ശിക്ഷാ കാലാവധി കുറയ്ക്കൽ, നാടുകടത്തൽ എന്നിങ്ങനെയുള്ള ഇളവാണ് നൽകാറുള്ളത്. അമീറി ഉത്തരവ് നമ്പർ 33/2025 പ്രകാരമാണ് അർഹരായ തടവുകാർക്ക് ശിക്ഷ ഇളവ് ലഭിക്കുക. ദേശീയ ദിനത്തോടനുബന്ധിച്ച് അച്ചടക്ക ലംഘനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട നാഷണൽ ഗാർഡ്, കരസേന, ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാർക്കും അതത് മന്ത്രാലയ തലവന്മാർ ശിക്ഷ ഇളവിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒമാനിൽ റമസാൻ മാസത്തിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള ഔദ്യോഗിക പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. ജോലി സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തുടർച്ചയായി 5 മണിക്കൂറായിരിക്കും. വകുപ്പ് മേധാവികൾക്ക് ഒരു ഫ്ലെക്സിബിൾ ജോലി സംവിധാനം നടപ്പിലാക്കാനും ജോലിയുടെ സ്വഭാവമനുസരിച്ച് ജീവനക്കാരുടെ ഹാജർ സമയം നിർണ്ണയിക്കാനും സാധിക്കും. ഇത് നിശ്ചിത ജോലി സമയം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. യൂണിറ്റിന്റെ സ്ഥാപിത സംവിധാനമനുസരിച്ച് ജീവനക്കാരുടെ വരവിന്റെയും പോക്കിന്റെയും സമയത്തെ അടിസ്ഥാനമാക്കി ജോലി സമയം കണക്കാക്കി രാവിലെ 7 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയായിരിക്കും ഫ്ലെക്സിബിൾ ജോലി സമയം. ഇന്ത്യക്കും ഒമാനും ഇടയിൽ കൂടുതൽ ഇക്കോണമി വിമാനങ്ങൾ വന്നതോടെ വിമാന റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഇടിഞ്ഞു. കൂടുതൽ സീറ്റ് കപ്പാസിറ്റിയുള്ള ഇക്കോണമി ഫ്ലൈറ്റുകൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്കും ഷെഡ്യൂൾ ചെയ്തതോടെയാണ് നിരക്കിൽ ഇളവുണ്ടായത്. ഇതുവരെ 2 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്നും 162 അല്ലെങ്കിൽ 183 സീറ്റുകളുള്ള ഡ്യുവൽ ക്ലാസ് കോൺഫിഗറേഷനുള്ള ബോയിങ് 737 വിമാനങ്ങളാണ് സർവീസ് നടത്തിയിരുന്നത്.
എന്നാൽ ഈ റൂട്ടുകളിൽ ഡിമാൻഡ് കൂടിയതോടെ ഒമാൻ എയർ കോഴിക്കോട്ടേക്കും ലക്നൌവിലേക്കും 189 സീറ്റുകളുള്ള ഓൾ ഇക്കോണമി ബോയിംഗ് 737 മാക്സ് വിമാനങ്ങൾ സർവീസ് ആരംഭിക്കുകയായിരുന്നു. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കും ലക്നൌവിലേക്കുമുള്ള വിമാനങ്ങളിലെ തിരക്ക് 80 മുതൽ 90% വരെ കൂടുതലായിട്ടുണ്ട്. എയർലൈനിന്റെ സബ് ഫ്ലീറ്റ് ഒമാൻ എയർ കണക്റ്റിന്റെ ഭാഗമായ ഓൾ ഇക്കോണമി വിമാനങ്ങൾ സർവീസ് നടത്തുന്ന പ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ നഗരങ്ങളായ കോഴിക്കോടും ലക്നൌവും ഉൾപ്പെടുകയായിരുന്നു. കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ കുറഞ്ഞ നിരക്കിൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് വിമാന കമ്പനികൾ ശ്രമിക്കുന്നത്. അതേസമയം അവധിക്കാല യാത്രകൾ കഴിഞ്ഞ് യാത്രക്കാർ കുറഞ്ഞതും ഇന്ത്യ ഒമാൻ റൂട്ടിൽ നിരക്ക് കുറയാൻ കാരണമായിട്ടുണ്ട്. ഒമാനിൽ നിന്നുള്ള സർവീസുകൾക്ക് നിലവിൽ സമീപകാലത്തെ ഏറ്റവും ചീപ്പ് നിരക്കാണ് ഈടാക്കുന്നതെന്ന് ഏജന്റുമാർ പറയുന്നു. ഓഫ് സീസൺ പരിഗണിച്ച് സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും ഒമാൻ എയറും ഇൻഡിഗോയും കുറഞ്ഞ നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് 24 റിയാലിന് വരെ സലാം എയറിന്റെ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് വെബ്സൈറ്റിലെ ഡാറ്റകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഈ സർവീസ് ഉപയോഗിക്കുന്നവർക്ക് 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് അനുവദിക്കുക. ഇതേ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ 27 റിയാൽ മതി. കൂടാതെ 7 കിലോ ഹാൻഡ് ബാഗും 20 കിലോ ബാഗേജ് കൊണ്ടുപോകാനും സാധിക്കും. കൊച്ചിയിലേക്ക് 29 റിയാലും തിരുവനന്തപുരത്തേക്ക് 36 റിയാലും കണ്ണൂരിലേക്ക് 35 റിയാലിനും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സർവീസ് പ്രൊവൈഡർമാരായ ഇൻഡിഗോയും ഈ റൂട്ടിൽ കുറഞ്ഞ നിരക്കിന് സർവീസ് നടത്തുന്നുണ്ട്. ഇതേ റൂട്ടിൽ ഏറെക്കുറെ സമാനമായ നിരക്കാണ് ഇൻഡിഗോയും ഈടാക്കുന്നത്. മുൻനിര കമ്പനിയായ ഒമാൻ എയറും പതിവിൽ നിന്നും വ്യത്യസ്തമായി നിരക്ക് കുറച്ചിട്ടുണ്ട്. അതേസമയം നിരക്ക് ഇളവ് റമസാൻ പകുതി വരെ തുടരാൻ സാധ്യതയുണ്ട്. അധാർമിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോഷർ വിലായത്തിൽ നിന്നാണ് വിവിധ രാജ്യക്കാരായ ഒരു കൂട്ടം സ്ത്രീകളെയും പുരുഷന്മാരെയും ബോഷർ സ്പെഷ്യൽ ടാസ്ക് പോലീസ് കമാൻഡ് പിടികൂടിയത്. അറസ്റ്റിലായവർ ഏഷ്യൻ വംശജരാണെന്നും പ്രതികൾ ഒമാൻ താമസ നിയമം ലംഘിച്ചതായും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. താമസക്കാർക്ക് ജീവിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യമായി ഒമാൻ. ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഗൾഫ് രാജ്യം UAE ആണെന്നും 2025 ജീവിത ചെലവ് സൂചിക വ്യക്തമാക്കുന്നു. തൊട്ടു പിന്നാലെ ബഹ്റൈനും തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിങ്ങനെയാണ് പട്ടിക. ശരാശരി വാടക, പലചരക്ക് സാധനങ്ങളുടെ വിലകൾ, റെസ്റ്റോറന്റ് വിലകൾ, പ്രാദേശിക കറൻസിയുടെ ശരാശരി വാങ്ങൽ ശേഷി, ശരാശരി ശമ്പളം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഷിക സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. ജീവിത ചെലവ് സൂചികയിൽ ഗൾഫ്, അറബ് രാജ്യങ്ങളിൽ തന്നെ UAE 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 30-ാം സ്ഥാനത്തുമാണ്. ശരാശരി 54.1 പോയിന്റുമായാണ് ഏറ്റവും ചെലവ് കൂടിയ രാജ്യമായി UAE മേഖലയിൽ ഒന്നാമതെത്തിയത്. 48.3 പോയിന്റുമായി ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ 2-ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 38-ാം സ്ഥാനത്തുമാണ്. ബോഷർ ബ്ലഡ് ബാങ്കിൽ പ്ലാസ്മ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ അറിയിച്ചു. നിരവധി രോഗികൾക്കാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട പ്ലാസ്മ ആവശ്യമായി വന്നിരിക്കുന്നത്. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമായിട്ടുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.